ഈ ഓൺലൈൻ വഴി തന്നെ യുവാക്കൾ തോറ്റുപോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഓൺലൈൻ വഴിയുള്ള ചൂതാട്ടം, അതുവഴിയുള്ള സാമ്പത്തിക ബാധ്യതകൾ. എത്ര ആത്മഹത്യകളാണ് നടക്കുന്നതെന്ന് അറിയാം. ഒരു ജ്യേഷ്ഠൻ അവിടെ നേരിട്ട് വിശദീകരിച്ചു തന്നു. തൂങ്ങിക്കിടക്കുന്ന അനുജനെ കസാര കയറിയിട്ട് അയാൾ കയറ് വെട്ടിമുറിച്ച് താഴേക്ക് ഇറക്കിയതിനെ കുറിച്ച്. ജീവിച്ചു തുടങ്ങിയിട്ടുള്ള പയ്യൻ 38-40 ലക്ഷം രൂപ കടക്കാരനെ. എങ്ങനെ? ഈ റമ്മി കളിച്ചിട്ട്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികളെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നല്ലൊരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യയുടെ വക്കിലെത്തി എന്ന് പറഞ്ഞിട്ട് അയാളുടെ അനുജൻ എന്നെ സമീപിച്ചു. തെക്ക് ഭാഗത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് നല്ല പണം ഉണ്ടായിരുന്നു, നല്ല ആഘോഷപൂർണമായ ജീവിതമായിരുന്നു. അയാളെക്കുറിച്ചും അയാളുടെ കുടുംബത്തെക്കുറിച്ചും നാട്ടുകാർക്ക് അസൂയായിരുന്നു. അത്രക്ക് നല്ല പണം വാങ്ങുന്ന ഉദ്യോഗമുള്ള അയാൾ. പക്ഷെ കുറച്ചുകൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓൺലൈൻ തട്ടിപ്പുകളിൽ അയാൾ കുടുങ്ങിപ്പോയി. അങ്ങനെ അതിലുള്ള ചൂതാട്ടത്തിൽ പെട്ട് അവസാനം ഭാര്യയുടെ സർവ്വാഭരണങ്ങളും കഴിഞ്ഞ് അയാളുടെ വീട് അയാൾ പണയപ്പെടുത്തിയിട്ടും ഇത് കളിച്ച് തോറ്റ് അവസാനം 1.5 കോടിയിലേറെ ബാധ്യത വന്നു. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും ഒരു പാമ്പിനെ പിടിക്കണേ വീഡിയോ കാണാൻ മാത്രമായിട്ടാണ് സമൂഹം ഉപയോഗിക്കുന്നതെന്ന് ഏതെങ്കിലും നിഷ്കുകൾ തെറ്റിദ്ധരിച്ചുവെങ്കിൽ തിരുത്ത. 1.5 കോടി 2 കോടിയൊക്കെയാണ് കടം വരുന്നത്. പെട്ടെന്നൊരാൾ ഇങ്ങനെ സമ്പന്നനായി നടക്കുന്നത് കണ്ടാൽ അപ്പം ആലോചിക്കണം എന്തോ ഒരു തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഓൺലൈൻ ചൂതാട്ടത്തിലൊക്കെ പെട്ടിട്ട് ആത്മഹത്യയിലെത്തുന്നവർ വർദ്ധിച്ചു വരുന്നത്.